വില്ലി ഈദ് മുബാറക്. 6 മണിക്ക് നീക്കാൻ വിചാരിച്ചു. ഞാൻ നീച്ച വന്നത് 7:00. നീച്ചൻ പാട്ട് കണ്ടത് ഓനായോണ്ട് ഓനോട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ടാസ്കിലേക്ക് കടന്നത്. ദിസ് ഈസ് ടാസ്ക് നമ്പർ 1, അതായത് തലേന്നിട്ട മൈലാഞ്ചി പോക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകണം മോൻ്റെ ഇവൻ്റാണ്. വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഓർക്കൊന്നും ക്യാമറേൻ്റെ മുന്നിൽ വരണ്ടാന്ന്. അപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബൈ എൻ്റെ രണ്ടാമത്തെ ടാസ്ക്കാണ് ഈ ഫേസ് സ്ക്രബ്. അതും കുറച്ച് അരിപ്പൊടിയും തൈരും വെച്ചാണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഒരു ഫേസ് പാക്ക് ഇട്ട് ആ ബാഗ് കൂടെ കണ്ണാടി വെച്ച് പോണതാണ് എൻ്റെ വല്യമ്മ. കുറച്ച് മെഹന്തി ഫ്ലെക്സിങ് ഇല്ലാതെ എന്ത് വരുന്നാള്, അതും ഇത്താത്തിട്ട് തന്ന മൈലാഞ്ചി. പിന്നെ ഇയാൾക്ക് മടുക്ക് പറഞ്ഞ വീക്ക്നെസ്സാ. എന്ത് തിന്ന് കഴിഞ്ഞാലും തിന്നില്ലെങ്കിലും ഓൻ്റെ മടുക്ക് കിട്ടിയിരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ വല്യമ്മ നിസ്കാരത്തിന് പോയി. അനിയൻ കാലിച്ചായ കുടിച്ചോ വീഡിയോ എടുക്കാണ്ടെന്ന് പറഞ്ഞിക്കണ്ട് ഇമ്മനെ കൊണ്ട് ഇന്റെ ഡ്രസ്സ് ഞാൻ സ്ഥിരിപ്പിച്ചു. നമ്മളെ പള്ളിയിൽ നിസ്കാരം 8:30 8:15 ഇനി കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അനിയൻ 8 മണിക്ക് ഇറങ്ങി. ഇമ്മ പിന്നെ ചായ പരിപാടിക്ക് നിന്ന്, ഞാനത് വീഡിയോ എടുക്കാനും നിന്ന്. നമുക്ക് ചായക്ക് കട്ടിപ്പത്തിലും ചിക്കൻ കറിയും. ഇനിയെ അടുക്കളയിൽ നിന്ന് കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിച്ച് നേരെ മാറ്റാൻ ഇറങ്ങണ മുന്നേ ഞാൻ സാധനങ്ങളൊക്കെ നേരത്തെ അങ്ങോട്ട് വെച്ചിക്കണം. എന്നാലും വൃത്തിക്ക് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എടുക്കണം എന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ മേക്കപ്പ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ബാക്കിയാക്കി ഇട്ടു, അത് ലാസ്റ്റ് ഇടാൻ വേണ്ടി. പിന്നെ അങ്ങനെ 1 by 1 ആയിട്ട് ഫേസ് കഴിഞ്ഞു, ഹെയർ കഴിഞ്ഞു, അങ്ങനെ ഏകദേശം മാറ്റാനുള്ള പരിപാടിയൊക്കെ ആയി. നമ്മുടെ വീടെടുത്ത് മാറിയതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് പെരുന്നാള്. അപ്പോൾ ഉച്ചക്ക് എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇമ്മ അതിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസിലായിരുന്നു. ആ നേരം കൊണ്ടാണ് കേട്ടോ ഞാൻ മാറ്റാൻ കയറിയേ. ഇന്നലെ പണിയൊക്കെ നേരത്തെ കാലത്തെ കഴിയുള്ളൂ, അല്ലെങ്കിൽ 11 മണി ആയാലും എൻ്റെ പണി കഴിയൂല. ഈദ് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തേക്കണ്, നിങ്ങളൊന്ന് കണ്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ മേക്കപ്പും ഹെയർ ഒക്കെ എൻ്റെ കഴിഞ്ഞ്. പിന്നെ കുറച്ച് ഔട്ട്ഫിറ്റും ആക്സസറീസിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ. ഞാൻ പിന്നെ മേലെ നിന്നാണ് മാറ്റിയത്. അതിനോട് എന്നെ ആര് വിളിച്ചാലും ഞാൻ കേൾക്കൂല. അതിനോട് എന്നെ വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല. കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിഞ്ഞേക്കാണ്ട് എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടോ. പക്ഷെ ഞാൻ എടുത്ത് മാറ്റി, കാരണം ഡ്രസ്സ് അവിടെ ആയിരുന്നു. പക്ഷെ ഇതൊക്കെ ഇനി നമുക്ക് ഇന്ന് വന്നിട്ട് വൃത്തിയാക്കാം. ബൈ. ഇത്രയും കാലത്ത് നമ്മുടെ പെരുന്നാൾ എങ്ങനെയാന്ന് വെച്ചാൽ കുളിച്ച് മാറ്റിയാണ്ട് എൻ്റെ രണ്ടാമത്തെ മൂത്തമ്മയുടെ പോകും. അവിടെ നിന്ന് നമുക്ക് രാവിലത്തെ ചായ ഉണ്ടാവില്ല. അത് കുറിച്ച് നേരെ വീട്ടിലേക്ക് വരും. പിന്നെയാണ് പെരുന്നാൾ ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ തറവാട്ടിക്ക് പോകും. നമ്മൾ ഇമ്മമാരൊക്കെ അപ്പോൾ ചോറ് പണിയിലാവും. പിന്നെ നമ്മൾ കസിൻസ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് കുത്തിർന്ന് ഉച്ചയാകുമ്പോൾ ചോറൊക്കെ കഴിച്ചാണ്ട് റിലേറ്റീവ്സിന് വീട്ടിലേക്കൊക്കെ പോകും. ഇങ്ങനെ ഇനി ഇത്താത്തന്റെ കല്യാണം കഴിയണത് വരെ. അതിൻ്റെ ഇടയിൽ ഞാൻ പണിയെടുക്കണ കണ്ടോങ്ങള്. അതേ ഞാൻ ജ്യൂസ് അടിച്ചിക്കണ്. ഇത്താത്തന്റെ കല്യാണ ശേഷമുള്ള പെരുന്നാൾ എന്ന് വെച്ചാൽ കുളിച്ച് മാറ്റിക്കാണ്ട് നമ്മൾ നേരെ ഇക്കാക്കൻ്റെ അടുക്കാണ് പോവുക. അവിടുന്ന് പിന്നെ ചോറും വെച്ച് ഇത്താത്തനും കൂട്ടിക്കാണ്ട് തറവാട്ടിക്ക് വരും. പിന്നെ അവിടുന്ന് പിന്നെയും ചോറ് വയ്ക്കും. ഈ പ്രാവശ്യം അമ്മളോടുന്ന് പെരുന്നാൾ ആയതുകൊണ്ട് ഇമ്മക്ക് വരാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാനും അനിയനുമാണ് പോയത്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഇത്താത്തന്റെ അമ്മ വെച്ച് നല്ല മന്തിയായിട്ടുണ്ടാക്കി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചുറ്റോളം ആൾക്കാരുണ്ട് കേട്ടോ. ഓരെ ഇൻക്ലൂഡ് ചെയ്യാത്ത വേറെ ഒന്നും ഉണ്ടല്ല, ഓർക്ക് വരാൻ താല്പര്യമില്ലാത്തോണ്ടാ. എന്ത് ചെയ്യാനാ, ഞാൻ വളർന്നു വരുന്ന ഒരു യൂട്യൂബർ അല്ലേ, അതിനോണ്ടായിരിക്കും. കുറച്ചൊന്ന് റീച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് എല്ലാവരും പിടിച്ചാണ് വീഡിയോയിലിടാം. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചുകൂടി ഷോർട്ടാണ്ട് പിന്നെ ഡെസേർട്ട് കഴിക്കാൻ തുടങ്ങിയേ. ഫസ്റ്റ് 1 മാംഗോ ചീസ് കേക്ക്, സെക്കൻഡ് 1 ഓറഞ്ച് പോസറ്റ്, പിന്നെ ലാസ്റ്റ് ബട്ടർ പുഡിംഗ്. അത് കഴിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബട്ടർ പുഡിങ്ങും ചീസ് കേക്കും ആട്ടോ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. കാരണം ഓറഞ്ച് പോസറ്റിൽ കുറച്ച് കയ്പുണ്ടായിരുന്നു, പക്ഷെ പ്രസന്റേഷൻ അത് കൊണ്ടുപോയി. ഉള്ളുണ്ടാക്കി എത്താതാണ് കേട്ടോ. ഞാൻ തലേന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് ഷോർട്സ് ഇട്ടില്ല, കണ്ടിട്ടുണ്ടാവല്ലോ അത്. അവിടെ പിന്നെ നമ്മൾ ഇറങ്ങി പിന്നെ നേരെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ട് പരിപാടി. അല്ലാപ്പിയും മൂത്തമ്മയും കസിൻസൊക്കെ വന്ന് ഫുഡ് കഴിച്ചു. അപ്പം ഞാൻ കഴിച്ചില്ല, കാരണം പള്ള ഓൾറെഡി ഫുള്ളേനി. ചോറ് കഴിക്കാൻ ഗ്യാപ്പില്ലെങ്കിലും ചിക്കൻ പൊരിച്ച് നല്ല കടല പോലെ തിന്നിട്ടുണ്ട്. പിന്നെ രാത്രി ചെറിയൊരു പരിപാടിയായിട്ട് എൻ്റെ അമ്മൻ്റെ അടുത്തോലുണ്ടേനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പം കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ഒഴിവാക്കിയപ്പോൾ നല്ല സമാധാനം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ലീപ്പ്.